Hi everyone, welcome to Commerce World. Calicut University third semester M.Com Income Tax എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഇൻകം ഫ്രം സാലറി എന്നുള്ളത്. ഓക്കെ, സോ ഈ ഇൻകം ഫ്രം സാലറിയിൽ നിങ്ങൾക്ക് വരുന്നതാണ് അലവൻസ് കാൽക്കുലേഷൻ, പ്രോവിഡന്റ് ഫണ്ട് കാൽക്കുലേഷൻ, ദെൻ അതേപോലെ തന്നെ പെർക്വിസൈറ്റ്സിന്റെ കാൽക്കുലേഷൻസ് എന്നുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മളുടെ ബികോം 5th സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും വരുന്നത്. സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ആദ്യം സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സാലറി എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന വർക്കിന് കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാലറിയുടെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ബേസിക് പേ ആണ്, ദെൻ അരിയേഴ്സ് ഓഫ് സാലറി, ദെൻ അഡ്വാൻസ് സാലറി, ദെൻ ബോണസ്, ദെൻ കമ്മീഷൻ, ദെൻ അലവൻസ്, ദെൻ പെർക്വിസൈറ്റ്സ്, ദെൻ പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സാലറിയിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം പറയുന്ന 5 എണ്ണം, അതായത് ബേസിക് സാലറിയിലിരുന്ന് കമ്മീഷൻ വരെയുള്ളത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു കമ്പ്യൂട്ടേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് therefore the items to be considered in detailed are allowance, perquisites and provident fund. ഓക്കെ, പെർക്വിസൈറ്റ്സും പ്രോവിഡന്റ് ഫണ്ട്സിനും അതേപോലെ തന്നെ അലവൻസസിന് വന്നിട്ട് നമ്മൾക്ക് വേറെ കാൽക്കുലേഷൻസ് തനിച്ച് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നതാണ് ഈ അലവൻസ് എന്ന് പറയുന്നത്. അലവൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണിയാണ് റെഗുലർലി എംപ്ലോയർ വന്നിട്ട് എംപ്ലോയിക്ക് പേ ചെയ്യുന്നതാണ്. ബേസിക് സാലറിയുടെ അപ്പുറമായിട്ട് കൊടുക്കുന്നതാണ് ഈ അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അലവൻസിൽ തന്നെ നമ്മൾക്ക് ഫുള്ളി ടാക്സിബിൾ അലവൻസ് ഉണ്ട്, അതേപോലെ തന്നെ പാർട്ട്ലി ടാക്സിബിൾ അലവൻസ് ഉണ്ട്, ദെൻ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്. ഇതിൽ ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണെങ്കിൽ നമ്മൾക്ക് വരുന്നതാണ് നമ്മളുടെ ഡിയറൻസ് അലവൻസും ഡിയറൻസ് പേ, ദെൻ മെഡിക്കൽ അലവൻസ്, ദെൻ ടിഫൻ അലവൻസ്, ദെൻ സെർവന്റ് അലവൻസ്, ദെൻ നോൺ പ്രാക്ടീസിംഗ് അലവൻസ്, ദെൻ അതേപോലെ തന്നെ ഹിൽ അലവൻസസ്, ദെൻ ഡിപ്യൂട്ടഡ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, സിറ്റി corresponding allowance CCA. Okay, then other allowances like family allowances, then festival allowances, marriage allowances എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഫുള്ളി ടാക്സബിൾ വരുന്നത്. ദെൻ ഇതിൽ പാർട്ട്ലി ടാക്സബിൾ വരുന്നതാണ് നമ്മുടെ HRA, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. HRA കാൽക്കുലേഷൻ നമ്മൾ തനിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുന്നത് EA ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്, പ്രൈവറ്റ് എംപ്ലോയീസിന് വന്നിട്ട് അത് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ സ്പെഷ്യൽ അലവൻസസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് നമ്മളുടെ ഈ HRA കാൽക്കുലേഷൻ. ഓക്കെ, HRA കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് പാർട്ട്ലി ടാക്സബിൾ അലവൻസസിൽ. ഈ HRA കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? HRA കാൽക്കുലേഷനിൽ നമ്മൾക്ക് 3 കാര്യം വെച്ചിട്ടാണ് നമ്മളുടെ HRA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ആദ്യം പറയുന്നത് നമ്മുടെ നോർമൽ HRA ആണ്. ഓക്കെ, ആക്ച്വലി എത്രയാണ് HRA എന്നുള്ളത് ആ HRA ആണ്. HRA നമ്മൾക്ക് മിക്കവാറും തരുന്നത് മന്ത്ലി ആയിരിക്കും, അതായത് 2000 പെർ മന്ത് എന്നായിരിക്കും. അപ്പൊ 2000 × 12 എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ HRA എന്ന് പറയുന്നത്. ആക്ച്വൽ HRA അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്നുള്ളതാണ്. ഓക്കെ, റെന്റ് പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് അതായത് ആ എംപ്ലോയി വന്നിട്ട് മന്ത്ലി ഇത്ര റെന്റ് പേ ചെയ്തതായിരിക്കും, ആ മന്ത്ലി റെന്റ് × 12 ചെയ്യുക, ദെൻ അത് മൈനസ് നമ്മളുടെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതായത് HRA കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ സാലറിയുടെ 10% ഈ റെന്റ് പെയ്ഡിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു എമൗണ്ട് കിട്ടും. അപ്പൊ ആദ്യം ആക്ച്വൽ HRA, ദെൻ നമ്മൾക്ക് രണ്ടാമത്തത് കിട്ടുന്ന ഈ റെന്റ് പെയ്ഡിൽ ഇരുന്ന് 10% ഓഫ് സാലറി മൈനസ് ചെയ്തിട്ട് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് 50% ഓഫ് സാലറിയാണ്. 50% ഓഫ് സാലറി എന്ന് പറയുന്ന സമയത്ത് ആ ഹൗസ് വന്നിട്ട് ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത എന്നുള്ള സ്ഥലങ്ങളിലേട്ടാണ് ഉണ്ടാവുന്നത് എന്നാണെങ്കിൽ അവർക്ക് വന്നിട്ട് 50% ഓഫ് സാലറിയാണ്. അല്ലാതെ നോർമൽ പീപ്പിൾസിന് വന്നിട്ട് 40% ആണ് നമ്മൾ സാലറിന്ന് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, ഈ 3 എണ്ണമാണ് നമ്മൾക്ക് HRA കാൽക്കുലേഷനിൽ വരുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതാണോ കുറവായിട്ട് വരുന്നത് അതിന് നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആക്ച്വൽ HRA ഉണ്ടാകും, തനിച്ചൊരു ആക്ച്വൽ HRA ഉണ്ടാകും. ആ ആക്ച്വൽ HRA ന്ന് നമ്മൾ ഈ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ ടാക്സിബിൾ HRA. സോ ഈ സാലറി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? HRA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാലറി എന്ന് പറയുന്ന സമയത്ത് ബേസിക് പേ, അതിന്റെ കൂടെ DA പ്ലസ് ചെയ്യുക. DA എന്ന് പറയുന്ന സമയത്ത് അത് വന്നിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ടാവുന്ന DA ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ദെൻ അതേപോലെ തന്നെ DP, ഡിയറൻസ് പേ പ്ലസ് കമ്മീഷൻ ആണ്. കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് ടേൺ ഓവറിന്റെ പെർസെന്റേജ് ബേസിസിലാണ് നമ്മളുടെ ഈ കമ്മീഷൻ എടുക്കുന്നത്. ഇതാണ് ബേസിക് സാലറി.
ഈ HRA കാൽക്കുലേഷന്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോയിലുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി നോക്കുക. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. ഓക്കെ, എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ലി ടാക്സബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ HRA കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഫുള്ളി ഒരു SSC വന്നിട്ട് ഒരു ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് അണ്ടർ സെക്ഷൻ 16 ബേസിസിലാണ് വരുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. അല്ലാത്തവർക്ക്, അതായത് പ്രൈവറ്റ് എംപ്ലോയീസിന് വന്നിട്ട് ഇത് ടാക്സബിൾ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് അലവൻസിൽ. ദെൻ സ്പെഷ്യൽ അലവൻസ് ആണ്. സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഓഫീസ് പേർപ്പസിനോ അല്ലെങ്കിൽ മറ്റുള്ള അലവൻസസ് വരുന്ന സമയത്ത് അത് എക്സംപ്റ്റഡ് ആണ്. അല്ലാത്ത സമയത്ത് അത് നമ്മൾ ടാക്സബിൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൽ വരുന്നതാണ് നമ്മളുടെ ട്രാവലിംഗ് അലവൻസ്, ദെൻ കൺവീനിയൻസ്, ദെൻ ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ സ്പെഷ്യൽ അലവൻസ് പേഴ്സണൽ പേർപ്പസ് ആണെങ്കിലോ, ഇതുവരെ പറഞ്ഞത് ഓഫീസ് പേർപ്പസ്. ദെൻ പേഴ്സണൽ പേർപ്പസ് ആണെങ്കിൽ ഒന്ന് വന്നിട്ട് ചിൽഡ്രന്റെ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ചിൽഡ്രന്റെ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ചൈൽഡിന് 100 രൂപ വെച്ചിട്ടാണ് മന്ത്ലി വരുന്നത്. ഓക്കെ, ഒരു ചൈൽഡിന് 100 രൂപ വെച്ചിട്ടാണ് മന്ത്ലി വരുന്നത്. അപ്പൊ നമ്മൾക്ക് തന്നിട്ടുള്ള എമൗണ്ടിൽ നിന്ന് 100 × 12 ചെയ്തിട്ട് നമ്മളുടെ അമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ ചിൽഡ്രന്റെ എഡ്യൂക്കേഷൻ അലവൻസിന്റെ എമൗണ്ട് ആയി. ദെൻ നെക്സ്റ്റ് ചിൽഡ്രൻസിന്റെ ഹോസ്റ്റൽ അലവൻസ് ആണ്. ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്ക് 300 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, 300 രൂപ വെച്ചിട്ടാണ്. എഡ്യൂക്കേഷൻ അലവൻസ് 2 ആൾക്കേ കിട്ടത്തുള്ളൂ. ഹോസ്റ്റൽ അലവൻസ് ഒരാൾക്ക് 300 രൂപ വെച്ചിട്ടാണ്. അതും 2 ചിൽഡ്രൻസിന് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ കാൽക്കുലേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് അലവൻസസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി വർക്കിംഗ് ഇൻ എ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സംഷൻ ആണെങ്കിൽ എക്സം അപ് ടു 70% ഓഫ് സം അലവൻസ് ഓർ 10,000 പെർ മന്ത് വിച്ച് അവർ ഇസ് ലെസ്. ഒന്നല്ലെങ്കിൽ 70% ആയിരിക്കും, 70. ഓക്കെ, 70% ആയിരിക്കും, അല്ലെങ്കിൽ 10,000 ആയിരിക്കും. ഈ രണ്ടിൽ ഏതാണോ കുറവായിട്ടുള്ളത് അതായിരിക്കും നമ്മളുടെ ഈ അലവൻസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം അലവൻസിൽ നമ്മൾ ചാർജ് ചെയ്യണത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അണ്ടർഗ്രൗണ്ട് അലവൻസ് ആണ്. ഇത് വന്നിട്ട് 800 രൂപ വരെയാണ് പെർ മന്ത് എക്സംഷൻ കിട്ടുന്നത്. ഫോറിൻ അലവൻസ്, ദെൻ സെമിട്രി അലവൻസ് ടു ഹയർ കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജ്, ദെൻ അലവൻസ് ഫ്രം UNO, ഇതെല്ലാം വന്നിട്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ കാൽക്കുലേഷൻസിന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ മുന്നിൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ തന്നെ കൊടുക്കാം. ഓക്കെ, 3 വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻകം ഫ്രം സാലറിയുടെ, അലവൻസിന്റെ, HRA കാൽക്കുലേഷന്റെ, അതേപോലെ തന്നെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ 3 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് BComന് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന് സെയിം തന്നെയാണ് നിങ്ങൾക്കും വരുന്നത്. ഓക്കെ, എക്സംഷൻസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഈ പ്രാവശ്യം ഫിനാൻഷ്യൽ ഇയറിൽ അത്രത്തോളം ചേഞ്ചസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഈ കാൽക്കുലേഷൻസിലൊന്നും. ഓക്കെ, അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കി ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ സാലറി, അതായത് ഫുൾ പ്രോബ്ലത്തിന്റെ കമ്പ്യൂട്ടേഷനും ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ളത്. അലവൻസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ടിൽ തന്നെ നിങ്ങൾക്കുള്ളത് റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടും പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടാണ്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് വന്നിട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, ദെൻ റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് വരുന്നത്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്നുള്ളതിന്റെ രീതിയിലോട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി വന്നിട്ട് ഫുള്ളി ടാക്സബിൾ ആണ്, അതിൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഈ റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ തിയറിയും കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത് എക്സസ് ഓഫ് 12% ഓഫ് സാലറി, അതായത് 12% സാലറിയുടെ 12% വരെ നമുക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ എക്സംഷൻ ഉണ്ട്. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കണം. അതായത് 14% ആണ് വരുന്നതാണ് എന്നാണെങ്കിൽ നമ്മൾ 12% മൈനസ് ചെയ്തിട്ട് 2% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എക്സസ് ഓഫ് 9.5% ഓഫ് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ബാലൻസ്, അതായത് പ്രോവിഡന്റ് ഫണ്ടിത്തെ 9.5 ആണ്. ഇപ്പൊ 10 വരികയാണെങ്കിൽ നമ്മൾ ആ 0.5ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കാൽക്കുലേഷൻ. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് ട്രീറ്റ്മെന്റ് ഓഫ് പെർക്യൂസൈറ്റ്സ്. ഓക്കെ, പെർക്യൂസൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. പെർക്യൂസൈറ്റ്സിൽ നമുക്ക് ടാക്സ് ഫ്രീയും ഉണ്ട്, ടാക്സബിൾ പെർക്യൂസൈറ്റ്സും ഉണ്ട്. അതിൽ ടാക്സ് ഫ്രീ പെർക്യൂസൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ദെൻ ടീ,
സ്നാക്സ് എന്ന് വരുന്ന കാര്യങ്ങൾ. ദെൻ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് സൈറ്റ്. ദെൻ ഫെസിലിറ്റി ഓഫ് കൺവീനിയൻസ് ഫ്രം ഓഫീസ് ആൻഡ് ബാങ്ക്. ദെൻ ടാക്സ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് പെർക്യൂസൈറ്റ്സ്. ദെൻ ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ കമ്പനീസ് കൊടുക്കുന്നതാണല്ലോ. അപ്പൊ അതിനൊന്നും ടാക്സ് ഇല്ല. ഓക്കെ, ടാക്സ് ഫ്രീ ആണ്. ദെൻ അതേപോലെ തന്നെ എക്സ്പെൻസസ് ഓൺ ടെലഫോൺ ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺ. ദെൻ ലീവ് ട്രാവൽ കൺസെഷൻ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻസ് കാര്യങ്ങളിൽ വരുന്നതാണ്. LTC, ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ളത്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ദെൻ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ ലോൺ അറ്റ് കൺസെഷൻ റേറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വരുന്നത്. ദെൻ ടാക്സബിൾ പെർക്യൂസൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണ്. ദെൻ അതിനുശേഷം വരുന്നതാണ് എനി അതർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ എംപ്ലോയി പെയ്ഡ് ബൈ ദ എംപ്ലോയർ ലൈക്ക് വാട്ടറോ ഹോട്ടൽ ഫെസിലിറ്റീസോ അങ്ങനെയുള്ള ബില്ലോ കാര്യങ്ങളോ വരുന്നതാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ടാക്സബിൾ ആണ്. ദെൻ യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് അതർ ദാൻ ലാപ്ടോപ്സ്, അത് വന്നിട്ട് 10% അതായത് കോസ്റ്റിന്റെയോ അല്ലെങ്കിൽ ആക്ച്വൽ റെന്റിന്റെയോ 10% ആണ് ടാക്സബിൾ. ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് മൂവബിൾ അസറ്റ്സ്. അതിൽ വന്നിട്ട് കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, കാർ ആണെങ്കിൽ 20% ആണ് ഡിപ്രീസിയേഷൻ എടുക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് ലാപ്ടോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ഐറ്റം ആണെങ്കിൽ 50% ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആണെങ്കിൽ അതിന് വന്നിട്ട് എക്സീഡ് 20,000 ആണെങ്കിൽ അതും ചാർജബിൾ ആണ് SBI ആണെങ്കിൽ. ദെൻ ഗിഫ്റ്റ്, കൈൻഡ്സ് ഓഫ് ഗിഫ്റ്റ്, അത് വന്നിട്ട് 5,000 കൂടുതലാണെങ്കിൽ അതും ടാക്സബിൾ ആണ്. ദെൻ ഹോളിഡേ എൻജോയ്മെന്റ് ആണ്. ഇതിൽ വന്നിട്ട് എക്സംപ്റ്റ് അപ് ടു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരെ നമുക്ക് ടാക്സ് ഇല്ല, അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ടാക്സ് ആണ്. ദെൻ ഫുഡ് ഓർ ബിവറേജ് ആണ്. 50 പെർ മീൽ വന്നിട്ട് എക്സംപ്റ്റഡ് ആണ്. ഇപ്പൊ 60 റുപ്പീസ് ആണ് ഒരു മീലിന് നമുക്ക് വരികയാണെങ്കിൽ ആ 10 രൂപയ്ക്ക് ടാക്സ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയീസിനാണ്. ലൈക്ക് ഫെസിലിറ്റി ഓഫ് കാർ കൊടുക്കുന്ന സമയത്ത്, ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എനർജി, വാട്ടർ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, ദെൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി, ദെൻ സ്വീപ്പർ ആൻഡ് ഗാർഡനർ, വാച്ച്മാൻസിന് വേണ്ടിയിട്ട്, ദെൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ഇതൊക്കെയാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വാലുവേഷൻ ഓഫ് പെർക്യൂസൈറ്റ്സ് ആണ്. ഓക്കെ, ഈ വാലുവേഷൻ ഓഫ് പെർക്യൂസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണ്. അതായത് റെന്റ് ഫ്രീ ഹൗസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ലൈസൻസ് ഫീസ് ഫിക്സഡ് ബൈ ഗവൺമെന്റ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഇഫ് എനി. അതായത് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസ് ഫീ ആണ് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസസിൽ എടുക്കുന്നത്. അതർ എംപ്ലോയീസ് ആണെങ്കിൽ ഹൗസ് വന്നിട്ട് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ 15% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 7.5% ഓഫ് സാലറി പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അതേപോലെ തന്നെ അതിൽ വരുന്നത് 50% ഓഫ് പോപ്പുലേഷൻ ലെസ് ദാൻ 25 lakh. ലെസ് ദാൻ 25 lakh ആണെങ്കിൽ 15%, 10% if population is 10 to 25 lakh ആണെങ്കിൽ then 7.5% ആണ് population more than 10 lakh ആണെങ്കിൽ. ഓക്കെ, then next വരുന്നത് house taken on the rent by the employer ആണെങ്കിൽ rent or 15% of salary whichever is less plus 10% of cost of furniture if any. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ 15% ആണ് റെന്റ്, അല്ലെങ്കിൽ 15% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ് ആണ്. ദെൻ ഇത് കാൽക്കുലേഷൻ എങ്ങനെയാ, പെർക്യൂസൈറ്റ്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ? സാലറിയുടെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് ബേസിക് സാലറി പ്ലസ് DA ഓർ DP പ്ലസ് ഓൾ ടാക്സബിൾ അലവൻസസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ എന്നുള്ളതാണ് നമ്മുടെ പെർക്യൂസൈറ്റ്സിന്റെ കാൽക്കുലേഷൻ ഓഫ് സാലറിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എനി എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയി ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് ദ റെന്റ് ഫ്രീ ഹൗസ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ദെൻ സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ ഇവർക്കൊക്കെ ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് അങ്ങനെ തന്നെ നമ്മളത് ഇടും. ഓക്കെ, ദെൻ ഗ്യാസ്, ഇലക്ട്രിക്, വാട്ടർ എന്നുള്ളതാണെങ്കിൽ അത് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അത് തന്നെ നമ്മൾ ടാക്സ് ആയി എടുക്കും. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി വരുന്ന സമയത്ത് എംപ്ലോയേഴ്സ് ഓൺസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ ഓൺ ചൈൽഡ് ആണെങ്കിൽ എക്സം അപ് ടു ₹1,000, അതായത് 1000 വരെ എക്സംഷൻ ഉണ്ട്. മോർ ദാൻ 1000 ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർ ഫോർ അതർ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ആണെങ്കിൽ കോസ്റ്റ് ഇൻ അതർ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് എത്രയാണോ പൈസ വരുന്നത് അത്രയ്ക്കും ടാക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത്
യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് ആണ്. മൂവബിൾ അസറ്റ്സിന്റെ യൂസസ് ആണ്. അതിൽ വന്നിട്ട് അസറ്റ്സ് ഓൺ ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് ആണ്. അസറ്റ്സ് ടേക്കൺ ഓൺ ദ റെന്റ് ആണെങ്കിലോ റെന്റൽ ചാർജസ് എത്രയാണോ അത്ര നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ആണ്. ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ഇതിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടഡ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസിന് വന്നിട്ട് 50% ആണ്, മോട്ടോർ കാറിന് 20% ആണ്, മറ്റുള്ള അസറ്റ്സിന് 10% ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ഈ മോട്ടോർ കാറിന്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടോർ കാറിന്റെ കാൽക്കുലേഷൻസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ, അത് എംപ്ലോയറുടെ കാർ ആണെങ്കിൽ ഓഫീസ് പേർപ്പസിന് അത് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ടാക്സ് ഇല്ല. ഓക്കെ, അത് തന്നെ അത് പേഴ്സണൽ പേർപ്പസിനാണ് യൂസ് ചെയ്യണേ എന്നാണെങ്കിൽ amount of running plus maintenance plus salary of the driver plus depreciation at 10%, എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഓർ ഹയർ ചാർജസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പേഴ്സണൽ പേർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് നമ്മൾ ഓഫീസ് പേർപ്പസിനും പേഴ്സണൽ പേർപ്പസിനും രണ്ടിനും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് സ്മോൾ കാറും ഉണ്ട് ലാർജ് കാറും ഉണ്ട് അല്ലേ. ഇതിൽ ഈ എക്സ്പെൻസസ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെൻസസ് മീറ്റ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ, എംപ്ലോയർ ആണ് ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണേ എന്നാണെങ്കിൽ സ്മോൾ കാറിന് 1800 രൂപ പെർ മന്ത് കൊടുക്കണം, ലാർജ് കാറിന് 2400 രൂപ പെർ മന്ത് കൊടുക്കണം. ഇതേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണത് എംപ്ലോയി ആണെങ്കിൽ 600 രൂപ പെർ മന്ത് കൊടുക്കണം, ലാർജ് കാർ ആണെങ്കിൽ 900 പെർ മന്ത് നമ്മൾ കൊടുക്കണം. ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറിന് നമുക്ക് 900 രൂപ പെർ മന്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ മോട്ടോർ കാറിൽ വരുന്നത്. ദെൻ രണ്ടാമത്തത് കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി ആണെങ്കിൽ ഓഫീസ് പേർപ്പസിനാണെങ്കിൽ അവിടെയും ടാക്സ് ഇല്ല. യൂസ് ബൈ ദ പേഴ്സണൽ പേർപ്പസ് ആണെങ്കിലോ ആക്ച്വൽ എമൗണ്ട് ബൈ ദ എംപ്ലോയർ എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ പാർട്ട്ലി ആണെങ്കിൽ ഓഫീസ് ആസ് വെൽ as പേഴ്സണൽ ആണെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എംപ്ലോയർ 1800 രൂപ പെർ മന്തും 900 പെർ മന്ത് വന്നിട്ട് ഡ്രൈവറിനും കൊടുക്കണം. അതേ ലാർജ് കാർ ആണെങ്കിലോ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എംപ്ലോയർ വന്നിട്ട് 2400 രൂപ പെർ മന്തും 900 രൂപ ഡ്രൈവറിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഈ സ്മോൾ കാറും ലാർജ് കാറും പറഞ്ഞത് എന്താണ്? സ്മോൾ കാർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1.6 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി വരുന്നതാണ് സ്മോൾ കാർ എന്ന് പറയുന്നത്. ഓക്കെ, ലെസ് ദാൻ 1.6 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റിയാണ് സ്മോൾ കാർ എന്ന് പറയുന്നത്. ലാർജ് കാർ എന്ന് പറയുന്നത് മോർ ദാൻ 1.6 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി വരുന്നതാണ് ലാർജ് കാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിനും കാൽക്കുലേഷൻസ് ആണ്. നമ്മുടെ അലവൻസ് പെർക്വിസൈറ്റ് പ്രൊവിഡന്റ് ഫണ്ട് ഇതിന്റെ എല്ലാത്തിനും കാൽക്കുലേഷൻസ് ആണ്. ഗ്രോസ് സാലറി ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ 16 ബേസിസിലാണ് ചെയ്യുന്നത്. സോ ഈ ഗ്രോസ് സാലറി എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രോസ് സാലറി അതായത് പെർക്വിസൈറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു 3 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഡിഡക്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. ആദ്യം വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത്. ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ ആ അമൗണ്ട് മൈനസ് ചെയ്ത് കളയണം. ദെൻ എംപ്ലോയ്മെന്റ് ഓർ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദ SSC. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ് ഇൻ ദ കേസ് ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയി, അത് നമ്മൾക്ക് ഡിഡക്ഷൻ ആയിട്ടാണ് വരുന്നത്. സോ ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് എമൗണ്ട് ഓഫ് ദ ആക്ച്വൽ ഇയർ റിസീവ്, അതായത് ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് എത്രയാണോ വരുന്നത് അതാണ് ഡിഡക്ട് ചെയ്യേണ്ടത്. ദെൻ 1/5 ഓഫ് ദ ബേസിക് പേ, നമ്മളുടെ ബേസിക് പേയുടെ 1/5% അല്ലെങ്കിൽ ₹5,000. ഈ 3 ഏതാണോ കുറവായിട്ടുള്ളത് അതാണ് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് ദ ആക്ച്വൽ ഇയർ റിസീവ് അല്ലെങ്കിൽ 1/5 ഓഫ് ദ ബേസിക് പേ അല്ലെങ്കിൽ 5,000, ഈ 3 ഏതാണോ കുറവായിട്ടുള്ളത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയും നമ്മൾക്കുണ്ട്. പ്രൊഫഷണൽ അലവൻസസിന്റെ SSC ഒക്കെ അത് എപ്പോഴെങ്കിലും നമ്മൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് അലവൻസസിന്റെ കാര്യമാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞത്. അതിന് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് സോ ഇത്രയാണ് നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഒരു ചാപ്റ്ററിൽ ടോട്ടലി പഠിക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ തിയറീസും അതേപോലെ തന്നെ ബേസിക് പേ എന്താണ്, ബേസിക് സാലറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. കുറേ പേപ്പേഴ്സ്, അതായത് കുറേ പേജസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ട്. പക്ഷെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും തിയറിയും എല്ലാം വന്നിട്ട് ഞാൻ ഇതിന്റെ മുന്നിലത്തെ BComയുടെ പ്ലേലിസ്റ്റിലുണ്ട്, അതിൽ പോയി നിങ്ങൾ പഠിക്കുക. ഓക്കെ,
ദെൻ ഈ പ്രോവിഡന്റ് ഫണ്ട് മറ്റുള്ള കാര്യത്തിന്റെ ഒരു PDF എൻ്റെ കയ്യിലുണ്ട്. ലൈക്ക് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ ചെയ്തിട്ടില്ലാത്ത ചില നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ഷെയർ ചെയ്യണത്. ബിക്കോസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് ഒരുമാതിരി ഉണ്ടാകും. ഓക്കെ, അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യാം. ചാനലിന്റെ ലിങ്ക്, അതായത് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വന്നിട്ട് നമ്മളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ അതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ചാനൽ നെയിം സെർച്ച് ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.